നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 11/6/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ 1 ഗ്രാമിൻ്റെ മുകളിൽ 195 രൂപയും 1 പവൻ്റെ മുകളിൽ 1560 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില വീണ്ടും കുറയുകയാണ്. 22 ക്യാരറ്റ് 13,350, 1 പവൻ 1,06,800 അതുപോലെ 24 ക്യാരറ്റ് 14,566, 1 പവൻ 1,16,512. അതുപോലെ 18 ക്യാരറ്റ് 10,923, 1 പവൻ 87,384. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 269, RSS 5 കിലോ 265, ISN 216, ലാറ്റക്സ് 60% ചാർജ് 169 രൂപ 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 269, RSS 5 കിലോ 265. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 259, RSS 5 കിലോ 256. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 294 രൂപ 8 പൈസ, RSS 5 കിലോ 293 രൂപ 65 പൈസ. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. റബ്ബറിൻ്റെ വിലയൊക്കെ കൂടുന്നത് കൊള്ളാം, പക്ഷേ സ്റ്റോക്കില്ലാത്തതും കർഷകർ തീരെ നിരാശയിലാണ്. കാര്യം കനത്ത മഴ തുടരുന്നതിനാൽ ടാപ്പിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നില്ല. തായ്ലാൻഡ്, ഇന്തോനേഷ്യ, ചൈന എന്നിവിടങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞത് റബ്ബർ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. കൂടാതെ കടകളിലേക്ക് സ്റ്റോക്ക് വരാത്തതും ടയർ കമ്പനികൾക്ക് പ്രതികൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ. വീണ്ടും കേരളത്തിൽ നിപ്പ വൈറസ്. മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന മാരകമായ ഈ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി രോഗികളുടെ മരണത്തിന് വരെ കാരണമാകുന്നു. 2018 മെയ് മാസത്തിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്. മലേഷ്യയിലെ സുങ്കായിങ് നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസ് മൂലമുള്ള ആദ്യത്തെ സംഭവം രേഖപ്പെടുത്തിയത്. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും പന്നികളിൽ നിന്നും രോഗമുള്ള മനുഷ്യരിൽ നിന്നും നിപ്പ വൈറസ് പകരുന്നത്. നിപ്പ വൈറസ് ബാധ ഉണ്ടായാൽ 5 മുതൽ 14 ദിവസം വരെയാണ് പീരിയഡ്. രോഗബാധ ഉണ്ടായാൽ രോഗലക്ഷണങ്ങൾ വ്യക്തമാക്കാൻ ഇത്രയും ദിവസങ്ങൾ വേണം. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം മുതലായവയാണ് ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അപൂർവമായി പ്രകടിപ്പിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. ആ രോഗിക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ, ഒപ്പം പടരാതെയും സൂക്ഷിക്കാം. ഇനിയോ മറ്റോ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുന്നത് നല്ലതാണ്. ഡോക്ടറിൻ്റെ കുറിപ്പോട് കൂടി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. സ്വയം ചികിത്സ അരുത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി.